പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനം മാത്യു 18-ാം അധ്യായം 3-ാം വാക്യം. മത്തായി 18-ാം അധ്യായം 3-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. മാർക്കോസ് 9:37. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ലൂക്ക 14:33. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഇപ്പം നിങ്ങൾ ക്രിസ്തു അനുയായിയാണെങ്കിൽ, ക്രിസ്ത്യാനിയാണെങ്കിൽ പല പ്രാവശ്യം കേട്ട വചനഭാഗങ്ങൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതിലെന്താണ് വീണ്ടും ശിശുവിനെ പോലെ ആവുക എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ജനിച്ചൊരവസ്ഥ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ ജനിച്ച ഉടനെ കണ്ട ഒരു ഓർമ്മ, അവൻ കണ്ണ് തുറന്നിട്ടില്ല, കണ്ണടഞ്ഞാണ് അവൻ കിടക്കുന്നത്. അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പേടിച്ച പോലെ കരയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളെ അറിയില്ല, അവൻ ഏത് മതത്തിലാണ് അവൻ അറിയില്ല, അവന് ക്രിസ്തുവിനെ അറിയില്ല, അവൻ്റെ പള്ളി ഏതാണെന്ന് അവനറിയില്ല, അവൻ്റെ പെങ്ങന്മാരാരാണെന്ന് അവനറിയില്ല, അവൻ്റെ സഹോദരൻ ആരാണെന്ന് അറിയില്ല, അയൽവക്കം എന്താണെന്ന് അറിയില്ല, അവന് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, അവന് ക്വാളിഫിക്കേഷനും ഒന്നുമില്ല, അവൻ്റെ വീട് ഏതാണെന്ന് അവനറിയില്ല, അവൻ്റെ നാഷണാലിറ്റി ഏതാണെന്ന് അവനറിയില്ല, അവന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവൻ ഏത് ഡിനോമിനേഷനിൽ പെട്ടതാണെന്ന് അവനറിയില്ല, ക്രിസ്തു ആരാണെന്ന് അവനറിയില്ല. ഇതെല്ലാം ആ കുഞ്ഞിനെ സൊസൈറ്റി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ക്രിസ്തു പറയുന്നു, നീ വീണ്ടും ആ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വേറൊരിടത്ത് ബൈബിളിൽ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ നിന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരരെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത്
ആരൊക്കെയോ എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞ് ജനിച്ച ഉടനെ കൊണ്ടുപോയി മാമോദീസ മുക്കി, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായി. പിന്നെ ഈ കാറ്റീസം ടീച്ചർമാരും, അപ്പം അവരും അത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവരും കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ്, പള്ളിയിലെ അച്ഛന്മാർ, അപ്പം അന്നൊക്കെ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. കാരണം ഇവർക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്ത. അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെ വിധേയപ്പെട്ട് സൊസൈറ്റി നമ്മളെ മാനുഫാക്ചർ ചെയ്തു. നമ്മളെ ഒരു ക്രിസ്തു അനുയായിയല്ല, ഒരു അടിമയാക്കി നമ്മളെ മാനുഫാക്ചർ ചെയ്തു. ഇവിടെ ക്രിസ്തു പറയുന്നു, റോൾ ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്. അപ്പം അവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ ദൈവമുണ്ടാകാം, മാലാഖമാരുണ്ടാകാം, അവൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം. ആ സ്വപ്നങ്ങൾ പലപ്പോഴും നല്ല സ്വപ്നങ്ങളാകാം, അതായിരിക്കും അവൻ ചിരിക്കുന്നത്. ചിലപ്പോൾ അത് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാകാം, അപ്പോഴായിരിക്കും അവൻ ഞെട്ടുന്നത്. അവൻ ഈസ് ടോട്ടലി ഫ്രീ. അവൻ ആശ്രയം കർത്താവിൽ, അവൻ്റെ സൃഷ്ടാവിൽ മാത്രം, ദൈവത്തിൽ മാത്രം. അപ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നു, വീണ്ടും നിങ്ങളൊരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ഇടം ലഭിക്കുകയില്ല. ഇതൊന്നും നമ്മളോട് ആരും പറയില്ല. ഒരു സേഫായിട്ടുള്ള ഒരു ഇടം വരെ എത്തിച്ചിട്ട് അവിടെ നിർത്തിക്കളയും. അപ്പം ശരിക്കൊരു ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇന്നസെൻറ്റ്. അതേസമയം ഈ വക നൂലാമാലകളിലൊന്നും, ഈ നിയമാധിഷ്ഠിതമായ വ്യവസ്ഥിതികൾക്കൊന്നും അടിമപ്പെടാതെ ഞാനും എൻ്റെ ദൈവവും മാത്രം. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അതായിരിക്കും കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നു നിങ്ങൾക്കൊരു ഇടമൊരുക്കാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്. അപ്പം നിങ്ങളും എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വരും. പ്രൊവൈഡഡ് യു ബിക്കം ലൈക്ക് കിഡ്സ്. ഈ ലോകത്തിൻ്റെ കളങ്കമെല്ലാം കഴുകിക്കളഞ്ഞ് മനസ്സാന്തരം എന്ന് പിന്നീട് ഇരുത്തി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, മനസ്സിന് വ്യത്യാസം വരണം. വെറുതെ സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൺ ബൈ വൺ എല്ലാം വെടിഞ്ഞ്, അതായത് പാപങ്ങൾ, വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള അഹന്തകൾ, എല്ലാ ദൈവത്തിനുപരി സ്ഥാനം കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പക്ഷം പിടിക്കൽ, അസൂയ, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, നുണ പറച്ചിൽ, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന സകലതിൽ നിന്നും മുക്തി നേടി വീണ്ടും ഒരു ശിശുവിനെ പോലെ ആകുക. അതൊരു പ്രക്രിയയാണ്, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അതുപോലെ ഒരു സ്വയം ശൂന്യവൽക്കരിക്കൽ അനുദിനം നടന്നില്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ പള്ളിക്കാരായി മാറും. നമ്മൾ ഒരിക്കലും ക്രിസ്തു അനുയായികളാകുകയില്ല. നമ്മൾ വെറുതെ പമ്പര വിഡ്ഢികളായ പള്ളിക്കാർ ആയിട്ട് നമ്മൾ മാറും. ക്രിസ്തുവിനെ നമ്മൾ അറിയുകയില്ല. അപ്പോഴായിരിക്കും ക്രിസ്തു പലപ്പോഴും ചോദിക്കുന്നത്, ഞാൻ ദരിദ്രനായിട്ട് വന്നു, നീ എന്നെ ഗൗനിച്ചില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയി നടക്കാതെ സ്വയം ചെറുതാകുന്നവൻ, അനുദിനം സ്വയം ക്രിസ്തുവിനെ ധരിക്കുന്നവൻ, അനുദിനം സ്വയം ശൂന്യനായി തീരുന്നവൻ
ഒരു ശിശുവിനെ പോലെ ക്രമേണ ആകുന്നവൻ, നിഷ്കളങ്കനാകുന്നവൻ, ഈ ലോകത്തിൻ്റെ കറകളെല്ലാം കഴുകിക്കളഞ്ഞ് സ്വയം വൃത്തിയുള്ളവനായി, അങ്ങനെ ചെറുതായി നിഷ്കളങ്കനായി ഒരു ശിശുവിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹരാവുകയില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നു, വചനമനുസരിച്ച് ജീവിക്കുക, എൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. എല്ലാവിധ ഈ ലോകത്തിൻ്റെ നൂലാമാലകളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകും. ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്ന ഒരു ജനം ഉണ്ടാകും. നമ്മളും അതിൻ്റെ ഭാഗമായി തീരും. അപ്പോൾ വീണ്ടും നിങ്ങളൊരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, അനുദിനം നമ്മൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, നമുക്ക് സ്വർഗരാജ്യത്തിന് അർഹനായി തീരാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ ലോകത്തിലും നമുക്ക് ദൈവരാജ്യം എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ആ അച്ഛൻ പറഞ്ഞതും ഈ അച്ഛൻ പറഞ്ഞതും അതാണ് ശരി, ഇതാണ് ശരി, മറ്റത് മറിച്ചത്, പിന്നെ പള്ളിയിൽ എലക്ഷൻ എന്നൊക്കെ, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കും. ഒരിക്കലും നമ്മൾ ക്രിസ്തുവിനെ അറിയുകയില്ല, ക്രിസ്തു നമ്മളെയും അറിയുകയില്ല. ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ശിശുവിനെ പോലെ ആകുന്നവർക്കേ അത് സാധ്യമാവൂ. അനുദിനം ചെറുതായി, അനുദിനം സ്വയം ശൂന്യവൽക്കരിച്ച് ഈ ലോകം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ദുഷ്ചിന്തകളും ദുഷ്പ്രവണതകളും എല്ലാം അനുദിനം നീക്കിക്കളഞ്ഞ് ഒരു ശിശുവിനെ ധരിക്കുന്നവൻ, അവന് ദൈവത്തെ കാണാൻ സാധിക്കും, അവന് ദൈവത്തിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കും. ഈ ക്ഷണം കർത്താവ് എല്ലാവർക്കും നൽകുന്നു. നമ്മുടെ പാപത്തിൻ്റെ നിറം എത്ര കഠിനമാണെങ്കിലും, നമ്മുടെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും, ഈ രക്ഷ കർത്താവ് എല്ലാവർക്കും ഒരുപോലെ പ്രദാനം ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ടത് ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകുവാനും നിഷ്കളങ്കരായി ജീവിക്കുവാനും പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ദൈവവിളിയിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. അവരും ഇവരും എല്ലാം പറയുന്നത് കേട്ട് ഓടി നടക്കാതെ വചനമനുസരിച്ച് ജീവിക്കുകയും ആ വചനം നമ്മളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ക്രമേണ അത് നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മൾ ശിശുക്കളെ പോലെ നിഷ്കളങ്കരാവുകയും ദൈവത്തെ അറിയുകയും ദൈവത്തിന് പ്രിയപ്പെട്ടവരാവുകയും ചെയ്യട്ടെ. ഇതിനുള്ള ജ്ഞാനവും കൃപയും ദൃഢമായ വിശ്വാസവും ദൈവമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയും ഒരു പ്ലേഫുൾനെസ്സും എല്ലാം കർത്താവ് നമുക്ക് നൽകട്ടെ. ക്രിസ്തു അനുയായികൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും വസിക്കേണ്ടവരാണ്. അവരിങ്ങനെ ആകെ തളർന്ന് ജീവിക്കേണ്ടവരല്ല. അപ്പോൾ ഇതിലേക്ക് കർത്താവ് നമ്മൾ വിളിക്കുന്നു. നമുക്ക് ആ വിളി കേൾക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ശിശുവിനെ പോലെയാകാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.